മുഹമ്മദ് ജാമിയു അബ്ദുറഹീം അന്തർദേശീയ മയക്കുമരുന്ന് ശൃംഖലയിലെ മുഖ്യ കണ്ണിയാണ്. കേരളവും ബംഗളൂരുവും കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് വിപണനമാണ്. ഒടുവിൽ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വയനാട് എക്സൈസ് സംഘം ഇയാളെ കയ്യോടെ പിടികൂടി. അന്തർദേശീയ മയക്കുമരുന്ന് കടത്ത് സംഘത്തിലെ തന്നെ ഒരു പ്രധാന കണ്ണിയെയാണ് വയനാട് എക്സൈസ് വലയിലാക്കിയിരിക്കുന്നത്. നൈജീരിയൻ സ്വദേശിയായ മുഹമ്മദ് ജാമിയു അബ്ദുറഹീമാണ് എക്സൈസിന്റെ പിടിയിലായത്. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് വയനാട് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ വൈ പ്രസാദിന്റെയും സർക്കിൾ ഇൻസ്പെക്ടർ ടി ഷറഫുദ്ദീന്റെയും നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം ഇയാളെ പിടികൂടിയത്. ബ്യൂറോ ഓഫ് ഇമിഗ്രേഷന്റെ സഹായത്തോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് അവിടെ പട്യാല കോടതിയിൽ ഹാജരാക്കിയ ശേഷം CISFന്റെ സഹായത്തോടെ വയനാട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ അടുത്തിടെ പിടികൂടിയ 2 മയക്കുമരുന്ന് കേസുകളുടെ അന്വേഷണമാണ് ഇയാളിലേക്ക് എത്തിച്ചത്. 2 തവണയായി MDMA പിടികൂടിയ കേസിൽ എക്സൈസ് വിശദമായി അന്വേഷണം നടത്തിയപ്പോൾ ഈ MDMA എത്തിക്കുന്ന ബംഗളൂരുവിൽ നിന്ന് MDMA നൽകുന്ന സംഘത്തെ നിയന്ത്രിക്കുന്നത് ഈ നൈജീരിയൻ വിദ്യാർത്ഥിയാണെന്ന് കണ്ടെത്തി. ഇയാളുടെ അക്കൗണ്ടിലേക്കാണ് ഈ ഇടപാടുകാർ പണം നിക്ഷേപിക്കുന്നത്. ഡൽഹിയിൽ ഒരു വിദ്യാർത്ഥി മാത്രമായ ഇയാളുടെ അക്കൗണ്ടിൽ കോടികളുടെ ഇടപാടാണ് മാസം തോറും നടക്കുന്നത് എന്നും എക്സൈസ് സംഘത്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. മാത്രമല്ല, ഇയാൾ മാസത്തിൽ 2 തവണ നൈജീരിയയിൽ ജന്മനാടായ നൈജീരിയയിലേക്ക് പോയി വരികയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു വിദ്യാർത്ഥിയായ ഇയാൾ ഇത്രയും ആർഭാടമായി ജീവിക്കുന്നു എന്നും കണ്ടെത്തി. തുടർന്ന് വയനാട് ജില്ലാ പോലീസ് മേധാവി ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. എക്സൈസിന്റെ ആവശ്യപ്രകാരമാണ് അത്തരത്തിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ആ ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ യാത്രയെക്കുറിച്ചൊക്കെ എക്സൈസ് അന്വേഷിച്ചത്. പിന്നീട് ഇയാൾ നൈജീരിയയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് എക്സൈസ് സംഘത്തിന് മനസ്സിലാവുകയായിരുന്നു. അങ്ങനെ ഇയാളുടെ യാത്ര അനുസരിച്ച് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച ബ്യൂറോ ഓഫ് ഇമിഗ്രേഷന്റെ സഹായത്തോടു കൂടി എക്സൈസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആഫ്രിക്കൻ പൗരന്മാരും വിദ്യാർത്ഥികളുമാണ് പ്രധാനമായും ഈ കേരളത്തിൽ നിന്നുള്ള സംഘങ്ങൾക്ക് MDMA വിതരണം ചെയ്യുന്നത്. അവരെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഈ നൈജീരിയൻ സ്വദേശി എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. പലതവണ ഇയാൾ എത്യോപ്യ വഴിയൊക്കെ നൈജീരിയയിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും സാധാരണഗതിയിൽ ഈ മയക്കുമരുന്ന് കടത്തിലെ ഏറ്റവും താഴത്തെ കണ്ണികളാണ് പിടിയിലാകാറ്. പക്ഷേ ഈ മുഹമ്മദ് ജാമിയു അബ്ദുറഹീമിൻ്റെ അറസ്റ്റോടുകൂടി വലിയൊരു ക്യാച്ചാണ് എക്സൈസിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇയാളിലൂടെ കൂടുതൽ ഈ ശൃംഖലയെ തകർക്കാൻ കഴിയുന്ന വിവരങ്ങൾ തന്നെ ലഭിക്കും എന്നാണ് എക്സൈസ് സംഘം പ്രതീക്ഷിക്കുന്നത്.